ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്ക്വയേഴ്സിൻ്റെ പാർട്ട് 4 ആണ്. അപ്പോൾ 4th പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഡെസിമൽ സ്ക്വയേഴ്സ്, അതായത് ദശാംശ വർഗങ്ങൾ. എല്ലാവരും ഹെഡിങ് എഴുതുക. ഡെസിമൽ നോട്ട് ബുക്കിൽ എഴുതട്ടോ. ഡെസിമൽ സ്ക്വയേഴ്സ്. അല്ലെങ്കിൽ എന്താണ് മലയാളം മീഡിയക്കാരെ എഴുതേണ്ട എന്താണ്? ദശാംശ വർഗങ്ങൾ. അതായത് പോയിൻ്റ് വരുന്ന സംഖ്യകളില്ലേ, പോയിൻ്റ് വരുന്ന സംഖ്യകളുടേത് എങ്ങനെ കാണുക എന്നാണ്. അപ്പം ഞാൻ കാണുന്നതിൻ്റെ മുന്നേ ഞാൻ എന്ത് ചെയ്യുക, നിങ്ങളോടില്ലേ നിങ്ങൾക്ക് ഞാനൊരു ചതുരം തന്നു, നമ്മുടെ റെക്റ്റാങ്കിൾ തന്നിട്ട് അതിൻ്റെ ഏരിയ, അതായത് പരപ്പളവ് കാണാൻ ചോദിച്ചു. ഇതിൻ്റെ ഒരു സൈഡ് 3.7 ആണ്, മറ്റേ സൈഡും 3.7 ആണ്. ഒരു സമചതുരമാണ്. അപ്പോൾ ഇതിൻ്റെ ഏരിയ എന്തായിരിക്കും? ഏരിയ കാണാൻ നിങ്ങൾക്കറിയില്ലേ? അതായത് പരപ്പളവ് എങ്ങനെയായിരിക്കും? ഏരിയ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, അതായത് നീളം ഇൻറ്റു വീതി. അപ്പോൾ ഇവിടെ നീളവും വീതിയും എല്ലാം സെയിം ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? 3.7 ഇൻറ്റു 3.7 ആണ് ചെയ്യേണ്ടത്. അതായത് ശരിക്കും പറഞ്ഞാൽ 3.7 ഇൻറ്റു 3.7 എന്ന് പറഞ്ഞാൽ 3.7 സ്ക്വയർ അല്ലേ? ഇപ്പം 6 ഇൻറ്റു 6 എന്ന് വെച്ചാൽ 6ൻ്റെ സ്ക്വയർ അല്ലേ? അതേപോലെ തന്നെ നമ്മൾ അതേ സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ എന്താണ്? അത് സ്ക്വയറാണ്. അപ്പം നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? 3.7 സ്ക്വയർന്ന്. അപ്പോൾ അത് നമുക്ക് പിന്നീട് കണ്ടെത്താം. അപ്പോൾ ഇത് കാണാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടെ എളുപ്പമാർഗം 3.7 സ്ക്വയറിന് നമുക്ക് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഈ പോയിൻ്റ് സംഖ്യകളെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് ആ ടേംസിൽ എഴുതണം. ഇപ്പോൾ പറഞ്ഞൊന്നും മനസ്സിലായിട്ടുണ്ടാവില്ല, ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഇപ്പോൾ 3.6നെ നമുക്ക് എങ്ങനെ ആക്കി എഴുതാം? 36/10 എന്ന് എഴുതിക്കൂടെ? എന്ന് വെച്ചാൽ ഈ 36നെ 10 ആയിട്ട് ഹരിക്കാൻ പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒരു സ്ഥാനം മാറ്റിയിട്ട് കുത്തിടുക. ഇപ്പോൾ വേറൊരു സംഖ്യ ഞാൻ പറയാം. 325 320 325നെ നമ്മളിപ്പോൾ 100 ആയിട്ടാണ് ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക? എത്ര പൂജ്യം ഉണ്ടോ അത്ര സ്ഥാനം മാറ്റി കുത്തിടുക. 3.25 അങ്ങനെയല്ലേ ചെയ്യുക? അതേപോലെ തന്നെ 4 സ്ഥാനമാണെങ്കിലോ, ഇപ്പം 1000 ആണെങ്കിലോ 3 സ്ഥാനം മാറ്റി കുത്തിടുക. 10,000 ആണെങ്കിൽ 4 സ്ഥാനം, അങ്ങനെ 10 ആയിട്ടാണെങ്കിൽ 1 സ്ഥാനം മാറ്റിയിട്ട് കുത്തിടുക. അങ്ങനെയല്ലേ? ഇപ്പോൾ 3.6നെ 36/10 എന്ന് എഴുതാം. അതുപോലെ തന്നെ 3.7 അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 37/10 എന്ന് എഴുതിക്കൂടെ? അതായത് ഒരു സ്ഥാനം മാറ്റി കുത്തിട്ടല്ലേ 37ൻ്റെ ഒരു സ്ഥാനം മാറ്റി കുത്തിട്ടല്ലേ? അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? അത് ശ്രദ്ധിക്കുക. അപ്പം ഇത് അങ്ങനെ ചെയ്താൽ കുറച്ചുകൂടി ഈസി ആയിരിക്കും. 3.7 ഇൻറ്റു 3.7 എന്ന് പറഞ്ഞാൽ 3.7 സ്ക്വയർ അല്ലേ? അപ്പോൾ ഈ 3.7 നമുക്ക് ഈ പറഞ്ഞ രീതിക്ക് 37ന് ഒരു 10 ആയിട്ട് ഡിവൈഡ് ചെയ്ത് അതിൻ്റെ ഒരു സ്ഥാനം മാറ്റി കുത്തിട്ടല്ലേ? അത് ഇൻറ്റു 37ന് 10 ആയിട്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നതാണ്. അപ്പോൾ 37 സ്ക്വയർ. 37 ഇൻറ്റു 37 മുകളിൽ എന്തായാലും 37 സ്ക്വയർ. താഴെ എന്തെങ്കിലും 10 ഇൻറ്റു 10 എത്ര ആയിരിക്കും? 100. എന്നിട്ട് നമ്മൾ 37ൻ്റെ സ്ക്വയർ കാണുക. 37ൻ്റെ സ്ക്വയർ കണ്ടിട്ട് എന്ത് ചെയ്യുക? ഈ 2 സ്ഥാനം മാറ്റി കൊടുത്താൽ പോരെ? 37ൻ്റെ സ്ക്വയർ നമ്മളെങ്ങനെ കാണുക? 37ൻ്റെ സ്ക്വയർ കാണാൻ നമ്മൾ പഠിച്ചു. എങ്ങനെയാണ്? 30 സ്ക്വയർ പ്ലസ് 30 ഇൻറ്റു 7 ഇൻറ്റു 2 മുന്നേ പഠിച്ചതല്ലേ? പ്ലസ് 7 സ്ക്വയർ. ഇങ്ങനെയല്ലേ നമ്മൾ 37ൻ്റെ സ്ക്വയർ കാണുക? അതായത് 30 സ്ക്വയർ 900
പ്ലസ് ഒരു 2 14 3 21 210 ഇൻറ്റു 210 ഇൻറ്റു പിന്നെ 2 ചെയ്താൽ 2 0 0 1 2 2 2 2 4 420 പ്ലസ് 7 7 49. നമുക്കിത് സൈഡിൽ കൂട്ടി വെക്കാം. 900 പ്ലസ് 420 പ്ലസ് 49 9 4 5 6 9 10 13. ഇപ്പം എന്താണ് 1369 നമുക്ക് കിട്ടുക. 1369 കിട്ടുക. അപ്പോൾ അതിന് എന്ത് ചെയ്യണം? 37 സ്ക്വയറിനെ 100 ആയിട്ട് ഡിവൈഡ് ചെയ്യണം. എന്ന് വെച്ചാൽ എത്ര സ്ഥാനം മാറ്റി കുത്തിടണം? 2 സ്ഥാനമല്ലേ 100 ആകുമ്പോൾ 13.69. ഇതാണ് ശരിക്കും പറഞ്ഞാൽ എന്തെന്ന് 3.7 സ്ക്വയറിൻ്റെ ഉത്തരം. ഇങ്ങനെ കാണുകയാണെങ്കിൽ അപ്പോൾ ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് കാണാം. നമ്മൾ ഈ ബുക്കിൽ പരിചയപ്പെടാൻ പോണത് വേറൊരു ഐറ്റമാണ്. അപ്പോൾ നമ്മൾ ഇവിടെ എന്താ പറഞ്ഞത്? നമ്മൾ ആദ്യം എന്ത് പറഞ്ഞു? നമ്മൾ പറഞ്ഞത് സ്ക്വയേഴ്സ് വർഗ്ഗങ്ങൾ, അതായത് ഡെസിമൽ സ്ക്വയേഴ്സ്, ദശാംശ വർഗ്ഗങ്ങളാണ് നമ്മൾ മലയാളം മീഡിയക്കാർക്കാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ നമ്മളൊരു ഏരിയ ആദ്യം കാണാൻ അറിയുമോ എന്ന് ചോദിച്ചു. ഏരിയ എന്ന് വെച്ചാൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്താണ്, അതായത് പരപ്പളവ്. അപ്പോൾ 3.7 ഇൻറ്റു 3.7 അല്ലേ ഏരിയ കാണൽ? 3.7 സ്ക്വയറാണ്. അപ്പോൾ ഈ 3.7 നമുക്ക് എങ്ങനെ ആക്കി മാറ്റുക? 37നെ 10 ഇട്ട് ഡിവൈഡ് ചെയ്താലേ നമ്മൾ ഒരു സ്ഥാനം മാറ്റി കുത്തിടുക അല്ലേ? ഒരു സ്ഥാനം മാറ്റി കുത്തിടുക. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ അങ്ങനെ എഴുതിയിട്ടുള്ളത് 37/10 37/10 എന്ന് എഴുതിയിട്ടുള്ളത്. അതായത് ഒരു സ്ഥാനം മാറ്റി കുത്തിട്ടല്ലേ. ഇവിടെ അങ്ങനെ തന്നെ ഒരു സ്ഥാനം മാറ്റി കുത്തിട്ടല്ലേ അങ്ങനെ എഴുതി. എന്നിട്ട് മുകളിലത്തെ നമുക്കറിയില്ല ഫ്രാക്ഷൻ എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യാം. മുകളിലത്തേറ്റ് മൾട്ടിപ്ലൈ ചെയ്യുക 37 സ്ക്വയർ ബൈ 100 കിട്ടിയില്ലേ? 100 ചെയ്യുക. എന്നിട്ട് 37 സ്ക്വയർ നമ്മളെങ്ങനെയാണ് കാണുക? പണ്ടത്തേക്ക് കാണുക. പിന്നെ എന്ത് ചെയ്യുക? അതിനെ 100 ആയിട്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഉത്തരം കിട്ടും. അങ്ങനെയാണ് 30.69. അതെങ്ങനെ വായിക്കേണ്ടത്? 30.69 അല്ലാതെ 30.69 എന്ന് വായിക്കരുത്. 30.69 അല്ലെങ്കിൽ 13.69. ഒരിക്കലും 13.69 എന്ന് വായിക്കരുത്. അപ്പോൾ നമ്മൾ 30.69 എന്താണ് യൂണിറ്റ്? എന്താണ്? മലയാളം മീഡിയക്കാരാണെങ്കിൽ ചതുരശ്ര മീറ്റർ, അല്ലാത്തവർക്കാണെങ്കിൽ ഇംഗ്ലീഷ് മീഡിയക്കാർക്കാണെങ്കിൽ സ്ക്വയർ മീറ്റർ, അതായത് മീറ്റർ സ്ക്വയർ. കാരണം ലെങ്ത്തും ബ്രെഡ്ത്തും എന്തിലായിരുന്നു? മീറ്ററിലായിരുന്നു കേട്ടോ. 3.7 മീറ്റർ. മീറ്ററിന് നമ്മൾ എം എന്നല്ല ഇടുക, മീറ്ററിന് എം, അതാണ് എം എന്നിട്ട്. അപ്പം മീറ്റർ ഇൻറ്റു മീറ്റർ എന്ത് വരും? മീറ്റർ സ്ക്വയർ അല്ലേ വരിക. അപ്പോൾ യൂണിറ്റ് മീറ്റർ സ്ക്വയറാണ്. അപ്പോൾ ഈ മെത്തേഡല്ല നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഫോളോ ചെയ്യണം. നമുക്ക് 3.7 നമുക്ക് എങ്ങനെ എഴുതാം? 3 പ്ലസ് 0.7 എഴുതി കൂടെ? ഈ പോയിൻറ്റിൻ്റെ മുന്നേ നമ്മൾ 0.7 ആട്ടാ കുറച്ചും കൂടി ഇതിൽ എഴുതുക. അപ്പോൾ 3 പ്ലസ് 0.7 എഴുതി കൂടെ? 3 പ്ലസ് 0.7 അല്ലേ 3.7. 3നോട് 0.7 കൂട്ടിയാലാണ് 3.7, അതായത് 3.7 കിട്ടുക. 3നോട് 0.7 കൂട്ടിയാൽ 3.7 കിട്ടുക. അപ്പോൾ നമ്മൾ നേരത്തെ എന്ത് ചെയ്തു? ഒരു ചതുരം വരച്ചില്ലേ? ഇവിടെ 3.7, ഇവിടെ 3.7 കൊടുത്ത്. ഈ സാധനത്തിൻ്റെ ഏരിയ കണ്ടാൽ, ഈ ചതുരത്തിൻ്റെ ഏരിയ കണ്ടാൽ, നമുക്ക് പരപ്പളവ് കണ്ടാൽ നമ്മൾ പറഞ്ഞു ഇതിൻ്റെ സ്ക്വയർ കിട്ടുന്നു. കാരണം എന്താണ്? 3.7 ഇൻറ്റു 3.7 ഒരേ സംഖ്യന്ന് അതേ സംഖ്യ കൊണ്ട് ഗുണിച്ചാലല്ലേ സ്ക്വയർ കിട്ടുക. അപ്പോൾ ഇതിൻ്റെ ഏരിയ അത് തന്നെയല്ലേ കാണണ്ടേ? ഏരിയ എന്ന് പറഞ്ഞാലും അങ്ങനെ തന്നെയല്ലേ. അപ്പോൾ ഏരിയ എന്ന് പറഞ്ഞാൽ ഇത് സമചതുരമായതുകൊണ്ട് 2 സൈഡ് സെയിം ആയതുകൊണ്ട് എന്ത് ചെയ്യുക? ഇതിൻ്റെ സ്ക്വയറിന് ഈക്വൽ ആവുന്നത് 3.7 സ്ക്വയറിന് ഈക്വൽ ആവുന്നത് ഇതിൻ്റെ ഏരിയ. അപ്പം നമുക്ക് ഇതിനല്ലേ, ഇതിനെ നമുക്ക് എന്താക്കി എഴുതാം? ഡിവൈഡ് ചെയ്യാം. ഈ ഒരു സൈഡിലെ മുകളിലത്തെ ഈ സൈഡിനെ 3 ആയിട്ടും 0.7 ആയിട്ടും, അതായത് 0.7 ആയിട്ടും, അതേപോലെ തന്നെ ഇത് 3യും 0.7 ആയിട്ടും. ഇപ്പോൾ ഒരു ഇത്രയൊക്കെ ഉണ്ടാവും 3. ഇത്രയൊക്കെ 3 ഉണ്ടാകുമ്പോൾ ഈ ബ്ലൂ ആയിട്ട് വരച്ച സൈഡ് എന്തായിരിക്കും? 0.7. അതേപോലെ ഇത്ര ഉണ്ടാവും ഇവിടെ എന്ത് ചെയ്യും? 3. പിന്നെ ഇവിടെ കുറച്ച് ഭാഗമായിരിക്കും 0.7 ഉണ്ടാവുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ ഇങ്ങനെ 4 പാർട്ടാക്കാം. ഇനി
ഈ ചെറിയ ചെറിയ ചതുരം, ഇപ്പോൾ ഇവിടെ എത്ര ചതുരങ്ങളുണ്ട്? 4 സ്ക്വയറില്ലേ? ഈ 4 സ്ക്വയറിൻ്റെ നമ്മളെ ഏരിയ കാണും. ആ ഏരിയ ആയിരിക്കും, ആ ഏരിയ ഒക്കെ കൂടി എന്നിട്ട് കൂട്ടിയാൽ എന്ത് കിട്ടും? നമുക്ക് ടോട്ടൽ ഏരിയ കിട്ടൂലേ? നിങ്ങൾ ഈ പറഞ്ഞതൊക്കെ അപ്പം തന്നെ എഴുതിയെടുത്ത് പോകണം കേട്ടോ. അപ്പം ഇതിൻ്റെ ഏരിയ കാണാൻ എന്താ ചെയ്യുക? നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക കേട്ടോ. ഇതിൻ്റെ ഏരിയ കാണാൻ വേണ്ടിയിട്ട് ഞാൻ വേറെ കളർ എടുക്കാം, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ ഏരിയ എങ്ങനെയായിരിക്കും? മുകളിലത്തെ സൈഡ് 3. ഏരിയ എന്താണ്? നീളം ഇൻറ്റു വീതി, അല്ലെങ്കിൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, ഒരു സൈഡിൻ്റെ മറ്റേ സൈഡ്. അപ്പോൾ ഇതിൻ്റെ മുകളിലത്തെ സൈഡ് 3 ആണ്, താഴത്തെ സൈഡ് 3 ആണ്. അപ്പോൾ 3 ഇൻറ്റു 3 എത്രയായിരിക്കും ഉത്തരം? 9 ആണ് അല്ലേ? അതേപോലെ തന്നെ ഇതായിരുന്നു ഒരു സൈഡ് 0.7 ഇൻറ്റു എത്രയാണ്? 3 അല്ലേ? അപ്പോൾ 0.7 എങ്ങനെയാണ് 3 ആയിട്ട് കൊടുക്കുക? നമ്മൾ പോയിൻ്റ് ഇല്ലാതെ ഗുണിച്ചിട്ട് പോയിൻ്റ് ഇട്ട് കൊടുക്കുക. 7നെ 3 ആയിട്ട് ഗുണിക്കുക. 1 7 7 2 7 14 3 7 21 കിട്ടിയില്ലേ? എന്നിട്ട് എത്ര സ്ഥാനം മാറ്റി കുത്തിടണം? 0.7 അല്ല, ഒരു സ്ഥാനമല്ലേ മാറ്റി കുത്തിടണുള്ളൂ. അപ്പോൾ 2.1 കിട്ടും. പിന്നെ അതേപോലെ തന്നെ ഇവിടെ അങ്ങനെ തന്നെ. ഇവിടെ എങ്ങനെയാണ്? മുകളിലത്തെ സൈഡ് 3. ഈ സൈഡ് എത്രയാണ്? 3 അല്ലേ? മുകളിൽ നോക്കിയാൽ ഈ സൈഡ് 0.7. അതേ സാധനം 3 ഇൻറ്റു 0.7. നമ്മൾ സാധാ സംഖ്യകളുടെ ചെയ്തിരുന്നില്ല, 61 62 ഇതേപോലെ സ്ക്വയർ ആക്കി ചെയ്തിരുന്നില്ലേ? അപ്പോൾ ഇത് മുകളിലത്തെ ഈ സൈഡും വെച്ച് ഗുണിച്ചാൽ ഇതും അങ്ങനെ തന്നെ 2.1 തന്നെയല്ലേ കിട്ടുക? ഇതേപോലെ തന്നെയല്ല 2.1 ഇതും. പിന്നെ ഈ ചെറിയ ചതുരത്തിൻ്റെ അതിൻ്റെ മുകളിലത്തെ 0.7 ഇൻറ്റു ഈ സൈഡിൽ 0.7 ഇങ്ങനെ. അപ്പോൾ 7 7 49. പിന്നെ പോയിൻ്റ് എത്ര സ്ഥാനം മാറ്റി കുത്തണോ? ഇവിടെ ഒരു സ്ഥാനമുണ്ട്, ഇവിടെ ഒരു സ്ഥാനമുണ്ട്. പോയിൻ്റ് കഴിഞ്ഞിട്ട് എത്ര സ്ഥാനമുണ്ടോ അത്രയും സ്ഥാനം ഇതിലും വേണം. അപ്പോൾ 0.49 കിട്ടി. നമുക്ക് എന്ത് ചെയ്യാം? ഇതൊക്കെ കൂടിയാണ്ട് കൂട്ടി വെക്കാം. ഇതെത്രയാണ്? ഈ ഒരു ചതുരത്തിൻ്റെ നമ്മൾ ഏരിയ കണ്ടപ്പോൾ നമുക്ക് കിട്ടിയത് 9 പ്ലസ് പിന്നെ ഈ ഒരു ഇതിൻ്റെ കണ്ടപ്പോൾ നമുക്ക് കിട്ടിയത് എത്രയാണ്? 2.1. പിന്നെ ഇതിൻ്റെ കണ്ടപ്പോൾ എത്രയാണ് കിട്ടിയത്? നമ്മൾ ഇതിൻ്റെ കണ്ടപ്പോൾ നമുക്ക് കിട്ടിയത് എത്രയാണ്? പ്ലസ് 2.1 പ്ലസ് ഈ ചെറുതിൻ്റെ കണ്ടപ്പോൾ എത്ര കിട്ടിയത്? 0.49. അപ്പോൾ ഇതൊക്കെ കൂടി നമുക്ക് നമുക്കൊന്ന് കൂട്ടി നോക്കിയാലോ? അപ്പം ഈ പോയിൻ്റ് ഡെസിമൽ നമ്പേഴ്സ് കൂട്ടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. 9 പ്ലസ് പിന്നെ 2.1 അല്ലേ? പ്ലസ് 2.1 പ്ലസ് 0.49. പോയിൻ്റൊക്കെ ഒരേപോലെ കാണിക്കണം. അപ്പോൾ നമുക്ക് ഈ പ്ലസ് ഇവിടെ നിന്ന് കുറച്ചും കൂടി അങ്ങോട്ടാക്കി എഴുതാം. പ്ലസ് ഇപ്പോൾ 0.9 9 4 5 6 പിന്നെ പോയിൻ്റ് പിന്നെ 9 10 11 12 13. അതായത് 13.69 30.69 തന്നെ കിട്ടിയില്ലേ മീറ്റർ സ്ക്വയർ? നമ്മൾ നേരത്തെ നമ്മൾ അതേപോലെ വേറെ രീതിക്ക് ചെയ്തപ്പോഴും കിട്ടി. പിന്നെ ഇതേപോലെ ചതുരാക്കിയിട്ട് ചെയ്തപ്പോഴും നമുക്ക് എന്ത് കിട്ടി? 3.7ൻ്റെ സ്ക്വയർ കിട്ടി. ഇതേപോലെ ചതുരാക്കിയത്. ഈ ചതുരാക്കിയത് എങ്ങനെയാണ്? 3.7 നമുക്ക് എങ്ങനെ എഴുതാം? 3 പ്ലസ് 0.7 എഴുതാം. എന്നിട്ട് നമ്മൾ ഇങ്ങനെയാണ് ശരിക്കും നമ്മുടെ ചതുരമുള്ളത്. അതിനെ നമ്മൾ ഇങ്ങനെ സ്പ്ലിറ്റാക്കി വരച്ചു. 3.7. എന്നിട്ട് നമ്മൾ സാധാ മുന്നേ മൾട്ടിപ്ലൈ ചെയ്യാൻ പഠിച്ചിട്ട് മുകളിലത്തെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അത് പിന്നത്തെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അങ്ങനെ മൂന്നും കൂടി കൂട്ടിയാൽ നമുക്കറിയാമല്ലോ സ്ക്വയർ കിട്ടുന്നു. നമ്മൾ മുന്നേ ആ സ്ക്വയർ കാണാൻ പെട്ടി വെച്ചിട്ട് പഠിച്ചിരുന്നില്ല, കള്ളി വരച്ചിട്ട്. അങ്ങനെ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ സ്ക്വയർ കിട്ടും. അപ്പം നിങ്ങൾക്ക് ഇത് മനസ്സിലായില്ലേൽ ഞാനൊന്നും കൂടി കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ ചതുരം ഏതായിരുന്നു? ഇതായിരുന്നു അല്ലേ?
നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഇപ്പോൾ ഇതിൽ ശ്രദ്ധിച്ചാൽ എന്തായാലും മനസ്സിലാവും. ഇത് നമ്മൾ എന്താക്കി എഴുതി, നമ്മൾ അങ്ങനെ ചെയ്യുന്നതിൻ്റെ പകരം മുന്നേ എഴുതുമായിരുന്നല്ലോ. ഇപ്പോൾ 12 ആണെങ്കിൽ 10 2, 13 ആണെങ്കിൽ 10 3 അങ്ങനെ എഴുതൂലേ, അതേപോലെ തന്നെ ഇവിടെ എഴുതാം. 3.7 ആയതുകൊണ്ട് 3.7, അതേപോലെ തന്നെ താഴെ 3.7. പിന്നെ ഇവിടെ എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? 3 × 3 ചെയ്താൽ 9, പിന്നെ 3.7 × 3 അത് ചെയ്താൽ 0.7 × 3 ചെയ്ത് നോക്കുക. 0.7 × 3, പിന്നെ ഇവിടെ എങ്ങനെയാണ് 0.7 × 0.7. അപ്പോൾ സംഭവം ഇതെന്താ ഉദ്ദേശിച്ചിട്ടുള്ളത്? ഈ കള്ളിയിൽ വന്നിട്ടുള്ളത് എന്താണ്? ഈ കള്ളിയിൽ എന്താ വന്നിട്ടുള്ളത്? 3ൻ്റെ സ്ക്വയർ അല്ലേ, 3 സ്ക്വയർ പ്ലസ് പിന്നെ 0.7. നമ്മളിപ്പോൾ എന്താ കണ്ടുകൊണ്ടിരിക്കുന്നത്? 3.7ൻ്റെ സ്ക്വയറാണ്. അപ്പോൾ ഫസ്റ്റ് കള്ളിയിൽ വന്നിട്ടുള്ളത് 3 സ്ക്വയർ അല്ലേ? ഫസ്റ്റ് കള്ളിയിൽ വന്നിട്ടുള്ളത് എന്താണ്? 3 സ്ക്വയർ. നിങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാവും. പിന്നെ രണ്ടാമത്തെ കള്ളിയിൽ വന്നിട്ടുള്ളതും, അതായത് ഈ കള്ളിയിൽ വന്നതും ഈ കള്ളിയിൽ വന്നത് സെയിം അല്ലേ? 0.7 × 3 മുകളിലത്തും സൈഡിലത്തും ഗുണിച്ചാൽ 0.7 × 3. അപ്പം നമ്മളതിനെ ഒന്നിനെ അതായത് 2 × 0.7 × 3 എഴുതാൽ മതി. ഒരു സാധനം 2 വട്ടം വരുമ്പോൾ നമുക്ക് 2 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ? ഒന്നിനെ 2 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ? അങ്ങനെ. അപ്പോൾ പ്ലസ് ചെയ്തിട്ട് പിന്നെ എന്താണ്? 0.7 × 0.7 എന്ന് പറഞ്ഞാൽ എത്രയാണ്? പ്ലസ് 0.7 × 0.7 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0.7 സ്ക്വയർ. ഇനി ഇതേപോലെ തന്നെ ഇതിപ്പോൾ 5.8 ആണെങ്കിൽ എങ്ങനെയായിരിക്കും വരിക? 5.8 ആണെങ്കിൽ ഇവിടെ 3.7 ആയതുകൊണ്ട് 3 സ്ക്വയർ വന്നു. അപ്പോൾ 5 ആകുമ്പോൾ 5 സ്ക്വയർ പ്ലസ് പിന്നെ അതേപോലെ തന്നെ 0.8. പിന്നെ അടുത്ത ഇതെന്താണ്? 5 × പിന്നെ അടുത്തത് 5 × 0.8 പിന്നെ നമ്മൾ മുന്നത്തേൽക്ക് തന്നെ ഒരു 2. നമ്മൾ മുന്നൊക്കെ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ഞങ്ങളല്ലേ എഴുതാം? പ്ലസ് 0.7 0.8 അല്ലേ? 0.8 സ്ക്വയർ. ഇതിലില്ലേ ഒന്ന് തിരിച്ചിട്ടെന്നുള്ളൂ. മൾട്ടിപ്ലൈ ചെയ്യുന്നത് ഏത് ഓർഡറിലായാലും കുഴപ്പമില്ല. അതെങ്ങനെയാണ് ശരിക്കും എങ്ങനെയാണ് വന്നിട്ടുള്ളത്? ഈ 3 × 0.7 പിന്നെന്താണ്? പിന്നെ ഒരു 2 നമ്മൾ എപ്പോഴും പറയുന്നല്ലേ, ഒരു 2 അങ്ങനെയാണ് വന്നിട്ടുള്ളത്. പിന്നെ അതങ്ങ് കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക? കളങ്ങൾ വരയ്ക്കാതെ ചെയ്തുകൂടെ? കളങ്ങൾ വരയ്ക്കാതെ ചെയ്യാനാണ്. കളങ്ങൾ വരച്ചാൽ ഇങ്ങനെ കിട്ടും. കളങ്ങൾ വരയ്ക്കാതെയാണ് നമ്മൾ എന്താ ചെയ്യാനറിയേണ്ടത്. ഞാൻ ഒന്നും കൂടി കളങ്ങൾ വരച്ചിട്ട് ചെയ്തുതരാം. പിന്നെ അതിൻ്റെ ശേഷം പിന്നെ ഇനി കളങ്ങൾ വരയ്ക്കലുണ്ടാവില്ല. അതാണ് നമ്മൾ ഈ പറഞ്ഞ 5.8. 5.8ൻ്റെ സ്ക്വയർ കാണാൻ പറഞ്ഞു. അപ്പം നമുക്ക് കള്ളി വരയ്ക്കാം. കള്ളി വരയ്ക്കുമ്പോൾ മുകളിൽ 5, പിന്നെ എത്രയുള്ളത്? 0.8, പിന്നെ ഇവിടെ 5.8. അത് എന്തുകൊണ്ട് ഇങ്ങനെ വന്നത്? നമുക്ക് എങ്ങനെ എഴുതാം? 5.8നെ നമുക്ക് എന്ത് എഴുതാം? 5 + 0.8 എന്ന് എഴുതിക്കൂടെ? അതുകൊണ്ടാട്ടെ ഇങ്ങനെ എഴുതിയത്. എന്നിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാം. 5 × 5 എത്രയാണ്? 25. പിന്നെ 0.8 × 0.5. ഇത് കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാം. 0.8 × 0.5. പിന്നെ ഇവിടെ എത്രയാണ്? 0.8 × 0.8 എന്ന് പറഞ്ഞാൽ 0.8ൻ്റെ സ്ക്വയർ. നമ്മൾ കൂട്ടുമ്പോൾ എങ്ങനെയാണ്? 5 × 5 5 സ്ക്വയർ പ്ലസ് 5 × 0.8 × 2 പ്രാവശ്യം ഇത് വന്നില്ല. അതുകൊണ്ടാട്ടെ 2 ഒരു പ്രാവശ്യം ഇതിലും വന്നു, ഒരു പ്രാവശ്യം ഇതിലും വന്നു. അതുകൊണ്ടാണ് ഈ 2 വന്നത്. 5 × 0.8 5 × 0.8 അല്ലേ? 0.8 × 5 എന്ന് എഴുതിയാലും 5 × 0.8 എഴുതിയാലും തുല്യം തന്നെ. പ്ലസ്
0.8 സ്ക്വയർ. അപ്പോൾ ഇതെങ്ങനെ കിട്ടുക? 5 5 25 പ്ലസ് 5 8 എത്രയാണ്? 5 8 40 അല്ലേ? 40 ഒരു സ്ഥാനം മാറ്റി കുത്തരണ്ടേ? അപ്പം 4. അപ്പം എത്ര കിട്ടും? 4. പിന്നെ ഇവിടെ 2 ഇല്ലേ? 4 2 8 പ്ലസ് 0.8 ഇൻറ്റു 0.8 എത്രയായിരിക്കും? 8 ഇൻറ്റു 8 64. അപ്പോൾ 2 സ്ഥാനം മാറ്റി കൊടുത്തിട്ട് 0.64. ഇനി ഇതൊക്കെ കൂടി കൂട്ടുക. 25-നെ 8 ആയിട്ട് കൂട്ടിയാൽ എത്ര? 25. 25-നെ 8 ആയിട്ട് കൂട്ടിയാൽ 33. അതായത് 26 27 28 29 30 31 32 33. അങ്ങനെ 33 പ്ലസ് 0.64 എത്രയാണ്? 33.64. 33.64 കിട്ടിയില്ലേ? 33.64. അപ്പോൾ 33.64 നമുക്ക് അങ്ങനെ കിട്ടി. ഇനി നമുക്ക് കളങ്ങളൊന്നും വരയ്ക്കാൻ പറ്റില്ല. എല്ലാത്തിനും കളങ്ങൾ വരച്ച് ചെയ്താൽ മതിയോ? ഇനി നമുക്ക് കളങ്ങൾ വരയ്ക്കാതെ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഇത്രയും നേരം നമ്മൾ കണ്ടത് എന്താണ്? കളങ്ങളൊക്കെ വരച്ചിട്ട്. ഇനി കോളം വരയ്ക്കാതെ നമുക്ക് കാണാൻ നോക്കാം. വളരെ സിമ്പിളാണ്. കോളങ്ങൾ വരയ്ക്കാതെ നമുക്ക് കാണാൻ നോക്കാം. വരും. അപ്പോൾ അത് നമുക്ക് വായിക്കാം. ഇത് വായിച്ചിട്ട് നമ്മൾ ചെയ്യും. അപ്പോൾ ഈ 2 ഐറ്റം പ്രോബ്ലംസാണ് നമുക്ക് ഈ പാഠത്തിലുള്ളത്. ഒന്ന്, ഏതൊരു സംഖ്യയുടെ വർഗ്ഗം കാണാനും സ്ക്വയർ കാണാനും ഉണ്ടാവും. അതേപോലെ തന്നെ പോയിൻ്റ്, ഡെസിമൽ നമ്പേഴ്സിൻ്റെ ഉണ്ടാവും. നമുക്കൊരു ക്വസ്റ്റ്യൻ ഇതാ തന്നിട്ടുള്ളത്. 13.9 സ്ക്വയറാണ്. അപ്പം നമ്മളിപ്പോൾ 12 സ്ക്വയർ ആണെങ്കിൽ 10 സ്ക്വയർ പ്ലസ് അങ്ങനെയല്ലേ എഴുതുക. അപ്പോൾ 13.9 സ്ക്വയർ ആകുമ്പോൾ നമുക്ക് 13 പോയിൻറ്റിൻ്റെ മുമ്പുള്ളത് ഒരു ടേമായിട്ട് എടുക്കുക, 13. പിന്നെ പോയിൻറ്റിൻ്റെ ശേഷമുള്ളത് വേറൊന്നായിട്ട്. അപ്പോൾ 13.9 പറയുമ്പോൾ 13 സ്ക്വയർ. ഇപ്പോൾ 14 പോയിൻ്റ് ആണെങ്കിൽ എങ്ങനെയാണ്? 14 സ്ക്വയർ. 15 പോയിൻ്റ് ആണെങ്കിൽ നമ്മൾ എപ്പോൾ എന്താ എടുക്കേണ്ടത്? 15 സ്ക്വയർ. എന്നിട്ട് പ്ലസ് പിന്നെ 13 ഇൻറ്റു അടുത്ത ടേം ഏതാണ്? 0.9. 0.9 ഇൻറ്റു പിന്നെന്താണ്? നമ്മുടെ പണ്ടത്തെ 2 എല്ലായിടത്തും ഇല്ലേ? 2 എല്ലായിടത്തും വേണം. പിന്നെ പ്ലസ് 0.9 സ്ക്വയർ, 0.9 സ്ക്വയർ. എന്നിട്ട് അപ്പോൾ 13 സ്ക്വയർ ഇനി എവിടെ നിന്നാണ് കിട്ടുക? 13 സ്ക്വയർ കാണണമെങ്കിൽ നിങ്ങൾ ഓൾറെഡി പഠിച്ചു. എങ്ങനെയാണ്? 10 സ്ക്വയർ പ്ലസ് അങ്ങനല്ലേ? 10 സ്ക്വയർ എന്നല്ലേ? 13 23 ആണെങ്കിൽ 20 സ്ക്വയർ. എന്നിട്ട് 10 ഇൻറ്റു 13 ആയതുകൊണ്ട് 3, 14 ആണെങ്കിൽ 4 3 ഇൻറ്റു 2 പ്ലസ് 3 സ്ക്വയർ. അപ്പം അങ്ങനെ ചെയ്താൽ 10 10 100. പിന്നെ 10 3 30. 30-നെ 2 ഗുണിച്ചാൽ 60 പ്ലസ് 3 3 9. അങ്ങനെ നമുക്ക് എന്ത് കിട്ടും? 169 കിട്ടും. ഇത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യണം. എന്നിട്ടാണ് നമ്മൾ എഴുതേണ്ടത്. 13ൻ്റെ സ്ക്വയർ കാണുമ്പോൾ ഇനി നമ്മൾക്ക് ഇരിക്കുകയാണ് വരിക. അപ്പോൾ 13ൻ്റെ സ്ക്വയർ നമുക്ക് എത്ര കിട്ടി? 169 പ്ലസ് പിന്നെ 13 ഇൻറ്റു ഇവിടെ ശ്രദ്ധിക്കണം. 13 ഇൻറ്റു 0.9 ഇൻറ്റു 2 ചെയ്യണം. അപ്പോൾ 13 ഇൻറ്റു 9 എങ്ങനെ ചെയ്യുക? 13 ഇൻറ്റു 9 ചെയ്ത് നോക്കി. നമുക്ക് 13 ഇൻറ്റു 9 ചെയ്യാം. 13 ഇൻറ്റു 9 എന്നിട്ട് പോയിൻ്റ് 9 ആകുമ്പോൾ 13 ഇൻറ്റു 9 ചെയ്തിട്ട് ഒരു പോയിൻ്റ് സ്ഥാനം മാറ്റി കുത്തിട്ടാൽ പോരെ? 13 ഇൻറ്റു 9 എങ്ങനെയായിരിക്കും? 13 ഇൻറ്റു 9 ചെയ്യുക. 1 9 9 2 9 18 3 9 27 2 ശിഷ്ടം 1 9 9 10 11 117 കിട്ടി. 117 എന്ന് എഴുതാൻ പറ്റുമോ? ഇല്ല. 13.9 അല്ല ഒരു സ്ഥാനം. ഈ സംഖ്യയിൽ ഒറ്റ പോയിൻറ്റും ഇല്ല. അപ്പോൾ ഈ പോയിൻ്റ് കഴിഞ്ഞിട്ട് ഒരു സ്ഥാനം. അപ്പോൾ 11.9 അത് കിട്ടില്ല നമുക്ക്. ഇനി എന്താ? ഇനി ഒരു 2 ഏറ്റവും കൂടി ഗുണിക്കാനുണ്ട്. അതും മറക്കരുത്. 2 ആയിട്ട് ഗുണിക്കുമ്പോൾ എന്ത് ചെയ്യും? 7 2 14. അപ്പോൾ പോയിൻ്റ് ഇട്ടിട്ട് ഗുണിക്കാറില്ലെങ്കിൽ പോയിൻ്റ് ഇടാതെ ഗുണിച്ചിട്ട് പിന്നെ ഒരു പോയിൻ്റ് സ്ഥാനം മാറ്റി കൊടുത്താൽ മതി.
7 2 14, 1 2 2 1 3, 1 2 2, പിന്നെ ഒരു പോയിന്റിൽ ഒരു പോയിന്റ് കഴിഞ്ഞിട്ടല്ലേ കുത്ത്, അങ്ങനെ ഒരു പോയിന്റ് 23.4, എന്നിട്ട് പ്ലസ് എന്താണ് പോയിന്റ് പ്ലസ് 0.9 സ്ക്വയറാണ്. നമ്മളിപ്പോൾ ഏതാ ചെയ്തത്? ഇത് ചെയ്തു. നമ്മൾ ഈ ടേം അല്ലേ ഇപ്പോൾ ചെയ്തത്. ഇനി 0.9 സ്ക്വയർ. 9 സ്ക്വയർ എത്രയാണ്? 9 × 9, 9 × 9 81, 81. അപ്പോൾ 2 0.9 × 0.9 എന്ന് വരുമ്പോൾ 2 സ്ഥാനമല്ലേ, ഒരു സ്ഥാനം ഇവിടെ ഒരു സ്ഥാനം ഇവിടെ, അപ്പോൾ 2 സ്ഥാനം മാറ്റി കുത്തിടണം. കാരണം പോയിന്റ് കഴിഞ്ഞിട്ട് ഇവിടെ 9, പോയിന്റ് കഴിഞ്ഞിട്ട് ഇവിടെ 9, അപ്പോൾ ഓരോരോ രണ്ടും കൂടി ചേർന്നാൽ 2 സ്ഥാനം മാറ്റണം. അതുകൊണ്ട് 0.81. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടി. നമ്മൾ ആദ്യം എന്താ ചെയ്തത്? ആദ്യം 13.9 സ്ക്വയർ കാണാൻ വേണ്ടിയിട്ട് 13 സ്ക്വയർ പ്ലസ് 13 × 0.9 × 2 × 0.9 സ്ക്വയർ എന്ന് എഴുതി. എന്നിട്ട് നമ്മൾ 13 സ്ക്വയർ സെപ്പറേറ്റ് ആയിട്ട് കണ്ടപ്പോൾ നമുക്ക് 169 കിട്ടി. പിന്നെ നമ്മൾ എന്ത് ചെയ്തു? 13 × 0.9 സൈഡ് ചെയ്തു, പിന്നെ അതിനോട് 2 വെച്ച് വീണ്ടും സൈഡിൽ ഗുണിച്ചു, പിന്നെ പ്ലസ് 0.9 സ്ക്വയർ 0.81 കിട്ടി. ഇനി നമുക്ക് എത്രയെന്ന് അറിയാൻ വേണ്ടിയിട്ടൊന്ന് കൂട്ടി നോക്കിയാലോ? കൂട്ടി നോക്കാം. നമുക്ക് സൈഡിലേക്ക് മാറ്റിയിട്ടിട്ട് കൂട്ടി നോക്കാം. ഇത് കൂട്ടണം. എത്രയാണ്? 169 പ്ലസ് 23.4 0.81, 8 4 എത്രയാണ്? 12, 8 9 10 11 12, പിന്നെ 9 1 10, 11 12 13, 6 1 7 8 9, 193.21. ഇതാണ് നമ്മുടെ എന്തെന്ന് കിട്ടിയിട്ടുള്ളത്? ആൻസർ കിട്ടിയിട്ടുള്ളത് അല്ലേ? നമ്മൾ 13.9. ഇത് നമുക്ക് വേറൊന്ന് ചെയ്ത് നോക്കാം. നിങ്ങൾക്കിപ്പോൾ ഒന്ന് ചെയ്തപ്പോൾ മനസ്സിലായിട്ടില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? 2.4 ചെയ്ത് നോക്കാം. നമുക്ക് അടുത്തതാട്ടാ, അടുത്ത ചെയ്യാം. മായ്ക്കട്ടാ. നമ്മൾ ചെയ്യാൻ പോണത് എന്താണ്? 2.4 സ്ക്വയർ. അപ്പോൾ ഫസ്റ്റ് ടേം ഏതാക്കി എടുക്കേണ്ടത്? പോയിൻറ്റിൻ്റെ മുമ്പുള്ളത്. അത് ഫസ്റ്റ് ടേം ആക്കിയിട്ട് 2 സ്ക്വയർ പ്ലസ് പിന്നെ അതേ 2 ഇൻറ്റു, പിന്നെ രണ്ടാമത്തെ ടേം ഏതാണ്? 0.4 അല്ലേ? ആ പോയിൻറ്റ് 4 ഇൻറ്റു, പിന്നെ ഒരു കോമൺ 2 നമ്മൾ എല്ലായിടത്തും ഇടുന്നതാണ്, 2 പ്ലസ് 0.4 അല്ലേ ഇവിടെ ഉള്ളത്, അതിൻ്റെ സ്ക്വയർ 0.4ൻ്റെ സ്ക്വയർ. അപ്പോൾ 2 2 എത്രയാണ്? 4 പ്ലസ് 4 2 8, 8ന് പോയിൻ്റ് ഇട്ടാൽ 0.8 ഇൻറ്റു 2, 0.8 ഇൻറ്റു 2 8 2 16 അല്ലേ? 16ന് ഒരു പോയിൻ്റ് മാറ്റി സ്ഥാനം, ഒരു പോയിൻ്റ് മാറ്റണം എന്താണ് ഇവിടെ അങ്ങനെ ആയതുകൊണ്ട്, അപ്പോൾ ഒരു പോയിൻ്റ് മാറ്റി കുത്തിട്ടാൽ 1.6 പ്ലസ് 4 4 എത്രയാണ്? 16. അപ്പോൾ 0.4 ഇൻറ്റു 0.4 എത്രയായിരിക്കും? 4 4 16, 2 സ്ഥാനം മാറ്റി കുത്തിടണം. അപ്പോൾ 0.60. നിങ്ങൾ ഈ സ്ഥാനം മാറ്റി കുത്തിടണമെന്ന് മുന്നേ പഠിച്ചിട്ടുണ്ടാവും. എന്നിട്ട് ഇതൊക്കെ കൂടി കൂട്ടി വയ്ക്കിയാൽ മതി. 4 പ്ലസ് സൈഡിലേക്ക് മാറ്റിയിട്ട് കൂട്ടണേ. 4 പ്ലസ് 1.6 പ്ലസ് 1.6 പ്ലസ് 0.60, 0.60 അല്ല 0.16. ഇനി നമുക്കിത് കൂട്ടി വയ്ക്കിയാൽ പോരെ. 6 6 1 7, പിന്നെ പോയിൻ്റ് അതേപോലെ തന്നെ 4 1 5. ഇപ്പോൾ എത്ര നമ്മുടെ ഉത്തരം കിട്ടി? 5.76 കിട്ടില്ലേ? 5.76. ഇനി നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യൻ ചെയ്താലോ? അപ്പോൾ അത് വായിക്കാം. അടുത്ത വേറൊരു എക്സാമ്പിൾ ചെയ്യാം. അതും കൂടി ചെയ്താൽ നിങ്ങൾക്ക്
ഓർമ്മ വേണം. അപ്പോൾ ഗുണിക്കാൻ സൈഡിലിട്ട് ഗുണിക്കാൻ അറിയില്ലേ? ഇനി എഴുത്തിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അതൊന്ന് മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം അങ്ങനെ ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങളോട് 8.6ൻ്റെ സ്ക്വയർ കാണാൻ പറഞ്ഞു. അപ്പോൾ ഫസ്റ്റ് ടേം ഏതാണ് ഇതിൽ? 8. അപ്പോൾ 8 സ്ക്വയർ പ്ലസ് പിന്നെ 8 ഇൻറ്റു തന്നെ തുടങ്ങണം. പിന്നെ ഏതാണ് അടുത്ത ടേം? 0.6 ഇൻറ്റു സ്ക്വയർ 2 ഒരു 2 പ്ലസ് ഇവിടെ ഏതിൻ്റെ സ്ക്വയറാണ്? രണ്ടാമത്തെ ടേമിൻ്റെ അല്ലേ? 0.6 സ്ക്വയർ. എന്നിട്ട് ഇതങ്ങോട്ട് ചെയ്യാം. ഇനിയിപ്പോൾ ഇനിയിപ്പോൾ ഈ 10.2 ആണെങ്കിൽ എന്ത് ചെയ്യണം നിങ്ങൾ? ആദ്യം ഫസ്റ്റ് ടേം 10 സ്ക്വയർ പ്ലസ് പറഞ്ഞു നോക്കി 10 ഇൻറ്റു ഇവിടെ 8 ഇൻറ്റു എന്നല്ല, അപ്പോൾ ഇവിടെ 10 ഇൻറ്റു പിന്നെ 0.6 ഇവിടെ 0.2 ഇൻറ്റു 2 രണ്ടിടത്ത് ഒരുപോലെ തന്നെ പ്ലസ് 0.6 സ്ക്വയർ എന്നുള്ളിടത്ത് എന്താക്കാം? 0.2 സ്ക്വയർ അല്ലേ? ഇനിയിപ്പോൾ വേറെ 12.4. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ 10 സ്ക്വയർ ഇട്ട് പോയിൻറ്റിൻ്റെ മുന്നേ, അപ്പോൾ ഇവിടെ 12, അപ്പോൾ ഇവിടെ പോയിൻറ്റിൻ്റെ മുന്നേ 12, അപ്പോൾ 12 സ്ക്വയർ പ്ലസ് 12 ഇൻറ്റു 0.4 ഇൻറ്റു 2 പിന്നെ 0.4ൻ്റെ സ്ക്വയർ പ്ലസ് 0.4ൻ്റെ സ്ക്വയർ. ഇനി അടുത്തത് 15.5 ആണെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യം 15 സ്ക്വയർ. ഇതൊക്കെ ചെയ്യാനുള്ള കേട്ടോ, അത് ഞാനിപ്പോൾ ജസ്റ്റ് എഴുതേണ്ട എങ്ങനെയാണ് കാണിച്ചു തരുന്നത്. 15 സ്ക്വയർ പ്ലസ് 15 ഇൻറ്റു 0.5 ഇൻറ്റു 2 പ്ലസ് 0.5 സ്ക്വയർ. അപ്പോൾ ഇങ്ങനെയാണ് എഴുതേണ്ടത്. ഇനി ഇത് കാൽക്കുലേറ്റ് ചെയ്യാറില്ലേ? 8 ഇപ്പോൾ ഓരോന്നെടുത്തിട്ട് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റത്തെ തന്നെ ഇപ്പോൾ ഇത് മായ്ക്കാം. ഇത് മായ്ച്ചു. ഇതെന്താണ്? 6. ഇവിടെ 6 അല്ലായിരുന്നു, അതാ. അപ്പോൾ നമുക്കിതെങ്ങനെയാണ്? 8ൻ്റെ സ്ക്വയർ എത്രയാണ്? 64 പ്ലസ് 6 8 എത്രയാണ്? 48. ഒരു സ്ഥാനം മാറ്റി കുത്തിട്ടുണ്ട് 0.6 ആയതുകൊണ്ട്, അപ്പോൾ 4.8. ഇനി 4.8 ഇൻറ്റു 2 4.8 ഇൻറ്റു 2 ചെയ്യാൻ 8 2 16 4 2 8 1 9. എത്ര സ്ഥാനം മാറ്റി കുത്തിരണം? ഒരു സ്ഥാനം മാറ്റിയിട്ട്. അങ്ങനെ ആകുമ്പോൾ 9.6 പ്ലസ് 0.6 ഇൻറ്റു 0.6 എത്ര? 6 36 അപ്പോൾ 0.6 ഇൻറ്റു 0.6 ആകുമ്പോൾ 36 എത്ര സ്ഥാനം മാറ്റി കുത്തണം? 1 2 2 സ്ഥാനം മാറ്റി 0.36. ഇനി നമുക്കിത് കൂട്ടിയാലോ? 64 പ്ലസ് 9.6 പ്ലസ് 0.36 കൂട്ടുമ്പോൾ 6 6 7 8 9 9 4 13 9 10 13 13 6 1 7 73.96. 73.96 നമുക്ക് കിട്ടും. അപ്പോൾ എന്ത് ചെയ്തു? ഇതുപോലെ നമുക്ക് ഏത് തന്നാലും ഇതുപോലെ നമുക്ക് കാണാൻ പറ്റും. ഇത് 73.96 ആണ്. അതുപോലെ നമുക്ക് ഏത് സംഖ്യ തന്നാലും ഇനി ഞാൻ വേണമെങ്കിൽ ഒരു ചെറിയ ഇതും കൂടി ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് 21.2 ആണെങ്കിൽ ഫസ്റ്റ് 21 സ്ക്വയർ പ്ലസ് 21 ഇൻറ്റു അടുത്ത ടേം 0.2 പോയിൻ്റ് കഴിഞ്ഞിട്ടുള്ള ടേമാണ് സെക്കൻഡ്. പിന്നെ 0.2 ഇൻറ്റു ഒരു 2 ഓൾറെഡി ഉണ്ട്. പിന്നെ ഈ പോയിൻ്റ് ശേഷമുള്ള 0.2ൻ്റെ സ്ക്വയർ കാണണം. എന്നിട്ട് ഇതൊക്കെ ഇങ്ങനെ 21ൻ്റെ സ്ക്വയർ കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? 20 സ്ക്വയർ പ്ലസ് മുന്നേ പഠിച്ചിട്ട് 21 25 26 27 30 40 ഏതിൻ്റെ സ്ക്വയർ കാണാനും. പിന്നെ 20 ഇൻറ്റു 1 ഇൻറ്റു 2 പ്ലസ് 1 സ്ക്വയർ. ഇത് വെച്ചിട്ട് 21ൻ്റെ സ്ക്വയർ കണ്ടിട്ട് പിന്നെ ഇത് ഇട്ട് കൊടുക്കുക. പിന്നെ ഇത് സൈഡിൽ വെച്ച് ചെയ്യുക, ഇത് സൈഡിൽ വെച്ച് ചെയ്തിട്ട് അങ്ങനെ ഉത്തരം കിട്ടും. ഇനിയിപ്പോൾ 30.5ൻ്റെ സ്ക്വയറാണ് കാണേണ്ടതെന്ന് വിചാരിക്കുക. അപ്പോൾ 30 സ്ക്വയർ പ്ലസ് എങ്ങനെയാണ് 30 ഇൻറ്റു 0.5 ഇൻറ്റു 2 പ്ലസ് 0.5 സ്ക്വയർ ഇങ്ങനെയാണ് എഴുതുക. ഇനി ഒന്നും കൂടി ഒരൊറ്റ എക്സാമ്പിൾ കൂടി കാണിച്ചു തരാം എങ്ങനെ എഴുതാമെന്ന്. അതും കൂടി കണ്ടാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇനി മറക്കുക തന്നെ ചെയ്യരുത്. ഇനി എപ്പോൾ എങ്ങനെ ചോദിച്ചാലും കിട്ടണം. 40.5 40.2 എടുത്ത് അപ്പോൾ എന്താ ചെയ്യുക? 40 സ്ക്വയർ പ്ലസ് 40 ഇൻറ്റു 0.2 ഇൻറ്റു പിന്നെ നമ്മുടെ ഓൾറെഡി ഉള്ള 2 പ്ലസ് 0.2 സ്ക്വയർ
അപ്പോൾ നമ്മൾ ഇതൊക്കെ ചെയ്യേണ്ടതാണ്. അപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തായാലും മനസ്സിലായല്ലോ. നമ്മളിപ്പോൾ 2 കാര്യങ്ങളാണ് ഈ പാഠത്തിൽ പഠിച്ചത്. അപ്പോൾ അതിന് മുന്നേ അത് പറയുന്നതിൻ്റെ മുന്നേ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഹോംവർക്ക് തരാം. കുറച്ച് പോയിൻ്റ് സംഖ്യകളുടെ സ്ക്വയർ കാണാനുള്ള ഹോംവർക്ക് തരാം. ഹോംവർക്ക് ക്വസ്റ്റ്യൻസ് അടുത്ത ക്ലാസ്സിൽ ചെയ്യണം. ഹോംവർക്ക് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എത്രയാണ്? 2.3ൻ്റെ സ്ക്വയർ കാണാൻ 2.3ൻ്റെ സ്ക്വയർ കാണണം. പിന്നെ 8.7ൻ്റെ സ്ക്വയർ കാണണം. പിന്നെ 10.1ൻ്റെ സ്ക്വയർ കാണണം. പിന്നെ 12.5ൻ്റെ സ്ക്വയർ കാണണം. പിന്നെ എന്താണ് 50.7ൻ്റെ സ്ക്വയർ കാണണം. അപ്പോൾ ഇത്രയും സ്ക്വയർ നിങ്ങൾ എന്ത് ചെയ്യണം, കണ്ട് നോട്ട് ബുക്കിൽ ചെയ്തിട്ട് കാണിക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ക്ലാസ്.